ഹായ്, പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ജിറ്റി ട്രിസ തോമസ്. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിന്നിവിടെ ആയിരിക്കുന്ന ഒരു കുഞ്ഞ് ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാനാണ്. കർത്താവ് ജീവിതത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ചെറുപ്പം മുതൽ നോക്കുമ്പോൾ സ്റ്റഡീസിലായാലും ഇപ്പോഴത്തെ ജോലിയിലായാലും അങ്ങനെ കുഞ്ഞിലെ മുതലേ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞിങ്ങനെ വളരാനൊരു കൃപ കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് എങ്ങനെ എന്നെ ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ളൊരു കൃപ തന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റിയാണ് എനിക്ക് ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നത്. ഇങ്ങനെ ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യമാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ ചെറുപ്പം മുതൽ നോക്കുമ്പോൾ ചെറുപ്പം മുതൽ വീട്ടിൽ നിന്നാണെങ്കിലും ഒരു കർത്താവിൻ്റെ കൂടെ വളരാനായിട്ട് അല്ലെങ്കിൽ അതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും ഒക്കെയുള്ളൊരു കൃപ എപ്പോഴും കർത്താവ് തന്നിട്ടുണ്ട്. പേരൻസിലൂടെ ആണെങ്കിലും വീട്ടിലെ സാഹചര്യങ്ങളിലൂടെ ആണെങ്കിലും ഒക്കെ ചെറുപ്പം മുതലേ ധ്യാനത്തിന് അമ്മയുടെ കൂടെ ധ്യാനത്തിന് പോകാൻ വളരെ ചെറുപ്പം മുതലേ ധ്യാനത്തിന് പോകാൻ ഒരു 6ാം ക്ലാസ്സൊക്കെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എല്ലാ വർഷവും സമ്മർ വെക്കേഷൻ ആകുമ്പം അമ്മയുടെ കൂടെ ധ്യാനത്തിനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ധ്യാനത്തിനൊക്കെ പോകുമ്പോഴാണെങ്കിലും അവിടുത്തെ അഡോറേഷനിലും ഒക്കെ കാര്യമായിട്ട് പ്രാർത്ഥിക്കാനും കർത്താവിൻ്റെ പീഡാസഹനമൊക്കെ കാണുമ്പോൾ പലതവണയും കരഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് വളർന്നു വന്നത്. പക്ഷെ ആ സമയത്താണെങ്കിൽ പോലും ഒരു ഡീപ്പെൻഡ് ഫെയ്ത്ത് അങ്ങനെ ഇല്ലായിരുന്നു. ഒരു പെരിഫറൽ ആയിട്ടുള്ളൊരു ഫെയ്ത്തിലൂടെയാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കർത്താവിനോടൊരു സ്നേഹമൊക്കെ ഉണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 5ാം ക്ലാസ്സിൽ ഒക്കെ പഠിക്കുമ്പോൾ ഒരു ധ്യാനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടായിരുന്നു ഇങ്ങനെ കർത്താവിനോട് നമ്മൾ സംസാരിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചില സമയത്ത് നമുക്ക് കൂട്ടുകാരൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ ഞാനും അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അന്ന് അറിയില്ല ഈ പേഴ്സണൽ പ്രെയർ എന്താ, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ വരാന്തയിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴൊക്കെ കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു. അതെനിക്ക് കുഞ്ഞു കുഞ്ഞു പരാതികളൊക്കെ പറയാനും എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനും കർത്താവിനെ കേൾക്കലില്ലെങ്കിലും അങ്ങോട്ട് പറയാനൊക്കെ എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. പിന്നെ പക്ഷെ എന്നാൽ പോലും ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് പോവില്ല. ഞായറാഴ്ചകളിൽ പോവും. അവധി കിട്ടുന്ന ദിവസങ്ങളിൽ ശനിയാഴ്ചകളിലോ അങ്ങനെയൊക്കെ പറ്റുമ്പോഴൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ആദ്യ കുർബാനയുടെ സമയത്തൊക്കെ എൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ സമയത്തൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, തലേദിവസം പള്ളിയിൽ പോയപ്പോൾ അന്ന് അവിടെ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് പാടിയ പാട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പം എല്ലാവരും നിന്നെ സ്വീകരിക്കാനായി നിരചേരുന്നത് കണ്ട നേരം 1000 നാവിൽ കുർബാനയായി അവിടെ നലിയുന്ന നേരം ഈശോ വരേണയുള്ളിൽ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പാടിയപ്പോൾ ആ കുഞ്ഞിലെ ആണെങ്കിൽ പോലും ആ വരികൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്തു. കാരണം അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യമായിട്ട് സ്വീകരിക്കാൻ പോകുന്ന ദിവസമാണല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര സ്പെഷ്യൽ ഡേ ആയിരുന്നു. അന്ന് ഞാൻ രാവിലെയൊക്കെ ആണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈശോയെ സ്വീകരിക്കാനൊക്കെ. അന്നിങ്ങനെ കുറേ പേര് നമ്മളോട് പ്രാർത്ഥിക്കണം, പ്രയർ റിക്വസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ഈശോ സ്വീകരിക്കാണല്ലോ, പ്രയർ റിക്വസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടപ്പം ഞാൻ ഓർക്ക് തന്നെ സ്വീകരിച്ച് വന്ന ശേഷം ഞാനിങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ആദ്യമേ ഈശോ വന്നതിനൊക്കെ ഇങ്ങനെ നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പ്രയർ റിക്വസ്റ്റ് പറഞ്ഞവരുടെയൊക്കെ പ്രയർ റിക്വസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ആരോ വന്നിങ്ങനെ തോളിൽ തട്ടി എല്ലാവരും കുർബാന സ്വീകരിച്ച് മുട്ടുകുത്തി തിരിച്ചിരുന്നു. മോളും കൂടി തിരിച്ചിരിക്കുക എന്ന് പറയാനായിട്ട് അങ്ങനെ വിളിച്ചതൊക്കെ ഞാനിപ്പോൾ ഓർക്കാണ്. അപ്പം അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ 10ലും +2ലൊക്കെ എക്സാമിൻ്റെ സമയത്തൊക്കെ കാര്യമായിട്ട് കൂടുതൽ തീക്ഷ്ണതയിലൊക്കെ പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ +2 കഴിഞ്ഞ് കോളേജ് എൻജിനീയറിങ്ങിന് ചേരുന്ന സമയത്ത് ഒരു ധ്യാനത്തിന് പോകാനായിട്ട് ഇടയായി. അപ്പം ഞാൻ അമ്മയുടെ കൂടെ ഞങ്ങളുടെ അവിടെ ഉള്ളൊരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ഒരു 3 ദിവസത്തെ ധ്യാനത്തിന് പോവാണ്. ഒരു തപസ് ധ്യാനമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഇങ്ങനെ അച്ഛൻ ഇതിൻ്റെ എല്ലാവരോടും ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അച്ഛനോട് ചോദ്യം ചോദിച്ചു, ഡെയിലി പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവർ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേരൊക്കെ കൈവക്കി. അപ്പം ഞാനിങ്ങനെ ഓർത്തോ എന്ത് രസമാണ്, കൊള്ളാലോ, അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ. ഞാനിങ്ങനെ അവരുടെ ആരോ 2 പേര് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, അങ്ങനെയൊക്കെ പോകാൻ പറ്റുമല്ലേ എന്നൊക്കെ. പക്ഷേ എന്തായാലും എൻ്റെ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കോളേജിലായി, ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലാസ്സുള്ള സമയത്തൊന്നും പോകാൻ പറ്റില്ല. സ്കൂളിനേക്കാളും കുറച്ചും കൂടി തിരക്കുള്ള സമയങ്ങളായിരിക്കും, കാരണം കൂടുതൽ അവേഴ്സ് ഉണ്ട് കോളേജിൽ. അപ്പം ഞാനത് എനിക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അന്ന് വരെ. അത് കഴിഞ്ഞ് അച്ഛൻ എല്ലാവരുടെ അടുത്തും കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചു, ഇന്ന് മുതൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഡെയിലി പോകുന്നവർ ഇങ്ങനെ കൈവെക്കാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കർത്താവേ കള്ളം പറയണ്ടല്ലോ,
എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കൈവെക്കാതെ വളരെ മനുവായിട്ട് കള്ളം പറയേണ്ട, തമ്പുരാൻ്റെ മുന്നിൽ കള്ളം പറയേണ്ട എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയാണ്. പക്ഷെ അച്ഛൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ എല്ലാവരുടെ അടുത്തുനിന്നും ഒരു യെസ് ആണ് പ്രതീക്ഷ. അപ്പോൾ ആരൊക്കെ കൈവെക്കേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിങ്ങനെ നിർബന്ധിതയായി കൈവെക്കാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, കർത്താവെ ഇപ്പം കൈവെക്കാൻ പറയാണല്ലോ, ഞാൻ കൈവെക്കാൻ പോവാം, എനിക്കറിയത്തില്ല ഇത് എന്തുമാത്രം നടക്കുമെന്നൊന്നും, എന്നാലും ഞാൻ കൈവെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് അവിടെ ഇങ്ങനെ കൈവെക്കും. എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, ഇനി എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഈ ഒരു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ കൈവെക്കുമ്പോൾ ഒരു കള്ളം പറയാണല്ലോ തമ്പുരാൻ്റെ മുന്നിൽ, അല്ലെ വെറും വാക്ക് കൊടുക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പോയി. അപ്പം അന്നൊരു ഞായറാഴ്ച ആയിരുന്നു, പിറ്റേ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ട്. ഞാനിങ്ങനെ കോളേജിൽ പോകാനായിട്ട് അങ്ങനെ പോയി. പക്ഷെ അന്ന് ഞാൻ കുർബാനയ്ക്ക് പോയല്ലോ എന്നുള്ളതൊന്നും ഓർക്കുന്നില്ല. കാരണം ഞാൻ ഇതവിടെ അങ്ങനെ അത് കഴിഞ്ഞു വിട്ടു, ഞാനത് പിന്നെ ചിന്തിക്കുന്നില്ല. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു കൊറോണയുടെ ഒക്കെ ഒരു സമയമായിരുന്നു, തുടക്ക സമയമായിരുന്നു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആവുന്നതിന് മുന്നേ തന്നെ കോളേജുകളൊക്കെ അടച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഒന്ന് എഫേർട്ട് ഇട്ട് തുടങ്ങി കുർബാനയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കോളേജുകൾ അടച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെയൊക്കെ ഒരു ഐഡിയ ഒക്കെ ഉത്ഭവിക്കുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സമയം ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പള്ളികൾ അടച്ചിട്ടില്ല. അപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് വളരെ നല്ലൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ പരിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ ദിവസവും അങ്ങനെ പോയി തുടങ്ങുകയാണ്. അപ്പോൾ ഒന്നെങ്കിൽ എൻ്റെ വീടിനടുത്തൊരു ആൻറ്റി ഉണ്ട്, ആൻറ്റിയുടെ കൂടെ നടന്നു പോകണം, അല്ലെങ്കിൽ പപ്പ പള്ളിയിലേക്ക് ഡ്രോപ്പ് ചെയ്യും, ചിലപ്പോൾ തിരിച്ച് നടന്നു വരാം, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. അതിനുശേഷം പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ നമ്മുടെ പള്ളികൾ അടച്ചു. പക്ഷെ ആ സമയത്താണെങ്കിൽ പോലും വീട്ടിൽ എല്ലാ ദിവസവും ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിലോ ലാപ്ടോപ്പിലോ എങ്ങനെയാണോ പറ്റുകയാണെങ്കിൽ രാവിലെ തന്നെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഉള്ളൊരു അനുഗ്രഹമുണ്ട്. രാവിലെ പറ്റിയില്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ പോലും എല്ലാ ദിവസവും മുടങ്ങാതെ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പതിയെ പള്ളികളൊക്കെ തുറന്ന സമയത്ത് ഒരു 20 പേര് മാത്രം വരുന്നൊക്കെ സമയത്ത് ആദ്യമേ ഓടിപ്പോയിട്ട് കുർബാനയ്ക്ക് പോകാനും പള്ളിയുടെ മുന്നിൽ നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കാനും ഒക്കെ ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു. അതോടൊപ്പം എന്നെ ആദ്യമേ പപ്പ ഇങ്ങനെ പയ്യെ എന്നെ കൊണ്ടുവിടാനായിട്ട് വന്ന് അവസാനം പപ്പയും ഞാനും കൂടെ ഒരുമിച്ച് കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ അമ്മയും ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഡെയിലി കുർബാനയ്ക്ക് പോകുന്ന അങ്ങനെ ഒരു വീട്ടിലും ഒരു ശീലമായി തുടങ്ങി. അപ്പോൾ അതൊക്കെ ഞാനിപ്പോഴും ചിന്തിക്കുക, അതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. ഞാൻ തമ്പുരാൻ്റെ മുന്നിൽ ഒരു വാക്ക് കൊടുത്തപ്പോൾ തമ്പുരാൻ അതങ്ങനെ അനുഗ്രഹിച്ചത് എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് ഉറപ്പായിട്ടും. അതിനുശേഷം കോളേജൊക്കെ കഴിയുന്നു. പിന്നെ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് മൂവ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഞാനിങ്ങനെ ട്രിവാൻഡ്രത്താണ് കൊച്ചിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തമ്പുരാൻ്റെ ജോലി മേഖലയിൽ ഒത്തിരി അനുഗ്രഹിച്ചു. ഞാൻ പോയ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി അതിനുവേണ്ടി പോയ എല്ലാ ഇൻ്റർവ്യൂകളിലും തമ്പുരാൻ എനിക്ക് ജോലി നൽകി. അപ്പം തമ്പുരാൻ എനിക്ക് ഏത് കമ്പനി ചൂസ് ചെയ്യണമെന്ന് വരെ ഒരു അനുഗ്രഹം തമ്പുരാൻ തന്നായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പയ്യെ കർത്താവിനോട് കൂടി ഇരുന്ന് കമ്പനിയൊക്കെ ചൂസ് ചെയ്ത്, ഇപ്പോൾ ട്രിവാൻഡ്രം ആണോ കൊച്ചിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ ട്രിവാൻഡ്രം ആണ് കിട്ടിയത്. ഞാൻ കൊച്ചിയായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷെ ട്രിവാൻഡ്രം ആണ് കിട്ടിയത്. അപ്പം ഞാനിങ്ങനെ ആദ്യം ഒരു ചെറിയൊരു ട്രിവാൻഡ്രം ആണല്ലോ, എനിക്കറിയില്ല അവിടുത്തെ സാഹചര്യങ്ങളൊന്നും. പക്ഷേ ഉറപ്പായിട്ടും ആസ് എ ജീസ് യൂത്ത് ഒരു കമ്മ്യൂണിറ്റി നമുക്കുള്ളപ്പോൾ എല്ലായിടത്തും ജീസ് യൂത്ത്. അപ്പം ഞാൻ പതിയെ ട്രിവാൻഡ്രത്തെ കോർഡിനേറ്ററെയും അവിടെയുള്ള കുറച്ച് ചേട്ടന്മാരെയും ജീസ് യൂത്തിലെ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ കോൺടാക്ട് ചെയ്ത് ആദ്യം അന്വേഷിച്ചത് പള്ളിയാണ്. അവിടെ അടുത്ത് എത്ര പള്ളിയുണ്ട് ഗൂഗിൾ മാപ്പൊക്കെ നോക്കി. അപ്പം ഇങ്ങനെ അടുത്തൊരു 3 പള്ളി ഞാൻ സ്പോട്ട് ചെയ്തു. അപ്പം അതിലൊന്നാണ് അവിടുത്തെ ക്ലരീഷ്യൻ അച്ഛന്മാരുടെ ലിയാറ്റ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അത് ടെക്നോ പാർക്കിന് വളരെ അടുത്താണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തമ്പുരാൻ അവിടെ എങ്ങനെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ട്രിവാൻഡ്രത്ത് ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ PG തപ്പാനായിട്ട് ഒരു ദിവസം ട്രിവാൻഡ്രത്ത് പോയി. പക്ഷെ എനിക്ക് വളരെ നിരാശപ്പെട്ട് തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഒരു PGയും സെറ്റായില്ല, ഒരിടത്തും എടുത്തില്ല, ഇങ്ങനെ ഒന്നും കിട്ടിയില്ല. അപ്പം ഭയങ്കര നിരാശപ്പെട്ടാണ് വന്നേ. എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ല, എവിടെ നിൽക്കുന്ന ഐഡിയ ഇല്ല. പക്ഷെ അവിടെയും തമ്പുരാന് ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ കാണാത്തൊരു വിജയം, എൻ്റെ ഫ്രണ്ട് ഒരു PG നിൽക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പം അവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടുപോലും ഇല്ല. അവിടെ ഓക്കെ പറഞ്ഞു. അത് എവിടാന്ന് കൂടി എനിക്കറിയില്ല. ടെക്നോ പാർക്കിന് വളരെ അടുത്താന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ എവിടാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല, അവസാനത്തെ അവളുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഞാനും പിന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എൻ്റെ കമ്പനിയിൽ തന്നെ വേറൊരു കുട്ടിയുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും കൂടി അവിടെ നിൽക്കാനായിട്ട് തീരുമാനമെടുത്തു. പക്ഷെ അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. കാരണം അത് ടെക്നോ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ റോഡ് സൈഡിൽ തന്നെയാണ് ആ PG ഉള്ളത്. അതിൻ്റെ അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ടെക്നോ പാർക്കിൽ നിന്ന് 5 മിനിറ്റ് നടന്നാലാണ് ലിയാറ്റിലേക്ക് എത്തുക. ഞങ്ങളുടെ അവിടെ നിന്നും ഏകദേശം സിമിലർ ദൂരമാണ്, ഒരു 8 മിനിറ്റ് ഒരു റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയുള്ളൂ. അപ്പോൾ അവിടെ രാവിലെ 7:45 വൈകിട്ട് 7:30 കുർബാന. അപ്പം
ആ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ട്രെയിനിങ് ടൈമാണ്. അപ്പോൾ വളരെ തിരക്ക് പിടിച്ച ടൈറ്റ് സ്കെഡ്യൂളിൽ ഓടുന്ന ഒരു സമയം. നമ്മൾ രാത്രിക്ക് ഇരുന്ന് വർക്ക് ചെയ്ത് PG വന്നാലും വർക്ക് ചെയ്യുകയാണ് ചെയ്യുക, ട്രെയിനിങ് ടൈം ആയതുകൊണ്ട്. അപ്പം അവിടേക്കാണെങ്കിലും രാവിലെ പോകുന്നത് അത്ര പോസിബിൾ അല്ല, കാരണം തിരിച്ച് വന്നിട്ട് 9 മണിക്ക് മുന്നേ എത്തേണ്ടത് കൊണ്ട് കുർബാന തിരിച്ച് വന്ന് എല്ലാം എടുത്തിട്ട് പോകാനുള്ള ഒരു സമയമില്ല. അപ്പോൾ നമ്മൾ രാവിലെ 9 മണിക്ക് മുന്നേ ഓഫീസിലെത്തുന്നു. ഓഫീസിൽ നിന്ന് 7-7:15 ആകുമ്പോൾ ഇറങ്ങി 7:30 കൃത്യം നമുക്ക് പള്ളിയിലെത്താം. പള്ളിയിലെത്തി കുർബാന കൂടി ഒരു 8:30 സമയമാകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് PG. അപ്പോൾ ഈ 8:30 സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു കുറച്ചുകൂടി സ്ഥലങ്ങളിലുള്ള ഒരു PG കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ നടന്നു പോകുന്നത് ചിലപ്പം അത്ര പോസിബിൾ അല്ല. ഞങ്ങൾ 2 പേരുണ്ടെങ്കിലും അല്ലെ ചിലപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും നടന്നു പോകുന്ന അത്രേ ഒരു ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പക്ഷേ അതൊരു കറക്റ്റ് റോഡ് സൈഡിലായതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് പോയി വരാം. ഇപ്പോൾ രാവിലെ ആണെങ്കിലും കുറച്ച് നമുക്ക് എളുപ്പത്തിൽ പോയിട്ട് വേണമെങ്കിൽ തിരിച്ച് വന്നിട്ട് ഓഫീസിൽ പോകാം. വൈകിട്ടാണേലും തന്നെ നടന്നാൽ കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വളരെ ഒരു ക്രമീകരിക്കപ്പെട്ട കുറച്ച് സമയങ്ങളായിരുന്നു അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. പിന്നെ തിരിച്ച് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എനിക്ക് കൊച്ചിയിലേക്ക് മാറ്റം കിട്ടുകയാണ്.